തുടങ്ങി നമുക്കൊരു ചെറിയ ഫോട്ടോ മാറിക്കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പോകാൻ വേണ്ടി സമയങ്ങളായിരിക്കാൻ വേണ്ടി ഞാൻ ഈ എല്ലിടുവാളുടെ ശബ്ദത്തോടെ സാന്നിധ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഒരു നല്ല കൈ വന്നു കേട്ടോ. ഈ ഭൂമിയിൽ വരുവാനും പാടുവാനും സാധിച്ച് എല്ലാത്തിനും കാരണഭൂതനായിട്ടുള്ള ഈശ്വരൻ ജഗദീശ്വരൻ്റെ അനുഗ്രഹമാണ്. എല്ലാ മനുഷ്യരോടും ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, നമ്മളാരും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ കലഹിക്കരുത്. നമ്മളെല്ലാവരും ഒരമ്മ പെറ്റ മക്കളാണെന്നുള്ള കാര്യം പലപ്പോഴും മറന്നു പോകുന്നു. ആസന്നമായിട്ടുള്ള ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. കൊച്ചിൻ കലാഭവന്റെ മിമിക്രി വേദിയിൽ നിന്നും ഞാനെല്ലാവരും ചേർന്ന് മിമിക്രി എന്ന് പറയുന്ന കലാരൂപത്ത് വന്നപ്പോൾ ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല ഇത്രയും മികച്ചൊരു കലാരൂപമായിട്ട് ഈ മിമിക്രി മാറുന്നു. അതായത് എന്റെ പൊന്നു മാമച്ച ഞാൻ ഒരു 110 തവണ പറഞ്ഞത് പോകരുതെന്ന്. ഇത് ഞാൻ ഗോവയ്ക്ക് പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാശ് ഇവർക്ക് 10 പൈസ തരൂര് സ്വാമിയെ ശരണമയ്യപ്പ. കരിമല കയറ്റാൻ കഠിന പണിയപ്പ. സ്വാമിയെ കണ്ടു തൊഴുതു. എന്തേ വരാനിത്ര വൈകി എന്ന് ചോദിച്ചു. ഭൗതികമായ ശരീരം മാത്രമാണ് മലയിറങ്ങി പോകുന്നത്. മനസ്സിപ്പോഴും അവിടെ തന്നെ നിൽക്കാണ്. സ്വാമിയെ ശരണമയ്യപ്പ. നീലേണ്ടത് ഒരു കാറകത്ത് എനിക്ക് ഒരു പുല്ലാണ്. മറിച്ചെൻ്റെ താറാട് കത്തിച്ചിടാൻ എനിക്ക് അറിയാൻ പാടില്ല. എനിക്കറിയേണ്ടത് നീ പടയെടുത്ത് തുടങ്ങിയെന്ന് കാത്തിരിക്കുകയാണ്. ശരിയ എന്നിട്ട വഴികളിൽ കാലിൽ തറച്ച നീ എന്ന മുടന് മണിയൊഴിഞ്ഞ ആ പഴയ മുടന് ഈ വഴിയിൽ എന്നെ കുത്തി നോവിക്കാനാവില്ല. എനിക്ക് നോവില്ല ശേഖര. എൻ്റെ മീന് ജ്യൂസ് കുമ്പട്ടിക്ക ജ്യൂസ്, മമ്പൂട്ടിക്ക ഇഷ്ടപ്പെട്ട കുമ്പട്ടിക്ക ജ്യൂസ് വേണ്ടിട്ട മറ്റവരുടെ കൂട്ടുകാരെ വിദർശനം താങ്ങുന്നത് എനിക്കത് ഇഷ്ടമായി. ദൈവം വെച്ചിട്ട് ദൈവമുണ്ട്. ഇല്ല, നീ എന്റെ മകൾ നമ്മൾ എന്നെ കോഫിയാണ്. ഇനി എന്റെ മകൾ കൊണ്ട് കട്ടപ്പന ടൗണിൽ നിന്ന് കയറി നിറങ്ങി അറിഞ്ഞാൽ എന്റെ കണ്ണിയൊന്നും എന്നെ കൊണ്ട് നായന പണി കരയിക്കാതെ വേവിച്ചിട്ട് തന്നെ വീട്ടിലിടാം. കുറച്ച് പേര് കൈയടിക്കുന്നു, കുറച്ച് പേര് കൈയടിക്കുന്നില്ല. കേരളത്തിൽ ഇഷ്ടമല്ല. ഞാൻ ഇപ്പോൾ വൈകിട്ട് വീട് വെച്ച് താമസിക്കുന്നു. ഞാൻ 3 കെട്ടി 1, 2, 3 ഇപ്പോഴത്താണ് റൈറ്റ്. ബാക്കി 2 റാങ്. എനിക്ക് ഇഷ്ടമല്ല. നിന്നോട് ഞാൻ നാലേ വലിക്കാനല്ല പറഞ്ഞ. നീ എന്താ വിളിച്ചിരുന്ന പേര്? എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ എനിക്കറിയാൻ വരാതെ ചോദിക്കുക. താൻ ആരോടെ തനിക്കൊരു വിചാരമുള്ള താനൊരു ഗോപുരവിലെ രാജാവാണെന്ന്. താനൊരു പുല്ലുമല്ല. അമേരിക്ക ഏതാവൊരു ഭാഗത്ത് ചാൾസ് സാഹിബിന്റെ അനുവദിച്ചു കൊടുത്ത് കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരവും വാങ്ങി അവിടെ ഒരു ആശുപത്രിയും പണിത് അവിടെ പ്രാന്തമര വിനാശകാലേ ബഹുവേദ ബുദ്ധി. മുഖ്യമന്ത്രിയെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കും, പ്രധാനമന്ത്രിയെ കണ്ടാൽ തലകൊത്ത് നിൽക്കും, രാഷ്ട്രപതിയെ കണ്ടാൽ ശീർഷാസനത്ത് നിൽക്കും. അതായി ഇപ്പോഴത്തെ അവസ്ഥ. 40 വർഷമായി ഞാൻ ഈ മലയാളക്കരെ വന്നിട്ട് ആശാന 4 വരി കവിത തെറ്റുകൂടാതെ ചൊല്ലാൻ തന്നെ കൊണ്ടൊക്കെ പറ്റുമോ? ഇല്ല, തന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ ചൊല്ലിത്തരാം. അതുകൊണ്ടാണ് പറഞ്ഞപ്പോ വേണ്ട പറഞ്ഞത്. അതായത് അർത്ഥത്തിൽ പറയുന്നത്. പക്ഷേ ആ കമ്പനി ലാഭത്തിലാണ്. ആ കമ്പനിയുടെ ലാഭത്തിൽ തടി പെട്ടിക്കത്തിരിക്കും. എന്താ വിശ്വാസം എന്നില്ല. ഇന്നേ വേണ്ടോ நம்ம பார்க்கறது வேற, நம்ம கரெக்டாக பண்ணுമ്പോൾ നമുക്കാകെ കറക്റ്റാ பண்ணுന്നത്. നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് കറക്റ്റല്ല. എനിക്കത് ചെയ്ത ഞാൻ എന്താണ് നീട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭാര്യാഭർത്തൃബന്ധം എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒരു ബന്ധമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ രക്തബന്ധമല്ല. അച്ഛൻ, അമ്മ, ഏട്ടൻ, എഴുതി എന്നൊക്കെ പറയുന്നത് രക്തബന്ധമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, രക്തബന്ധമല്ലാത്ത ഒരു ബന്ധത്തിൽ നിന്നാണ് എല്ലാ ബന്ധങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ദിവ്യമായൊരു ബന്ധമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എല്ലാവർക്കും ഓണാശംസകൾ. മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ശേഷം നമുക്ക് ഈ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യാം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം പത്മശ്രീ ഭരത് മോഹൻലാൽ ലാലേട്ടൻ. നമുക്ക് സ്വാഗതം ചെയ്യാം ഈ അർത്ഥസമയത്തിന്റെ വീട്ടിലേക്ക്. 36 വർഷമായിട്ടാണ് മനസ്സിലായി ഞാൻ പോലീസിൽ. ഇതിനിടയിൽ
പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റ് ഉള്ളതാണ്. 2 ദിവസം കൂടെ കഴിഞ്ഞ് DYSPയുടെ മെഡലും വാങ്ങിയ റിട്ടയറിൽ ഇറങ്ങുമ്പോൾ ഈ ജോർജ് സാറ് പഴയ ജോർജ് സാർ തന്നെയാടാ. നീ ആരാടാ ഈ പേടിപ്പിക്കുന്നത് എന്നെ? നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരു സിനിമ സക്സസ് ആണെന്ന് പറഞ്ഞാൽ എല്ലാം നന്നാവുകയല്ല, ഇതെല്ലാം നന്നായി എന്നുള്ളതാണ്. അക്ഷരം നമുക്ക് വളരെ സ്വകാര്യ അഹങ്കാരമാണ്, അഭിമാനമാണ്. ഈ ഒരു രീതി നിൽക്കാൻ സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഞാനൊരു പാട്ട് പാടട്ടെ, കേൾക്കാം. ആറ്റുമണിൽ പായയിൽ കുഞ്ഞിളമ്മേ വീശിനെ തോടിയേറി പോയില്ലേ, നിരാതെ കണ്ണി തന്നു പിന്നിയ നീർമണി, നിരാതെ നീറുന്നോരോ മതന്നെത്തി, എന്നെ വിട്ട് തന്നെ പോയി മഞ്ചാടിക്കുരുവി, നിന്നെ കാത്തി തീരത്തിന്റെ മോഹം വേരോടി. ആറ്റുമണ്ണിൽ പാകയിൽ കുഞ്ഞിളമ്മേ വീശി തോന്നി. ചിലര് പഠിച്ചിട്ട് പാടുന്നു, നമ്മളൊരു ധൈര്യത്തിന്റെ പുറത്ത് പാടുന്നു. അതാണ് സിനിമയിൽ സംഭവിക്കുന്നത്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ഓണം.